എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൺമുഖൻ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മുട്ടത്തെ ഇലക്ട്രിക്കൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ മെഷീൻ ലാബിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബിൽ ഇൻഡക്ഷൻ മോട്ടറിലെ പോലെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു മെഷീനാണ് ട്രാൻസ്ഫോർമർ. നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ നമ്മൾ ഇൻ്റർകണക്ട് ചെയ്തുകൊണ്ട് 3 ഫേസ് ട്രാൻസ്ഫോർമർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിലും 3 ഫേസ് ട്രാൻസ്ഫോർമറിലുമുള്ള വിവിധ എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ലാബിലും തിയറിയിലും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുന്ന ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറാണ്. അത് 230/115 വോൾട്ട് 3 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പ്രൈമറി ആയിട്ട് വേണമെങ്കിൽ 230 ഉപയോഗിക്കാം, സെക്കൻഡറി ആയിട്ട് 115 വോൾട്ട് ഉപയോഗിക്കാം. ആ രീതിയിൽ വരുമ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നു. നേരെ തിരിച്ച് പ്രൈമറി 115 വോൾട്ടും സെക്കൻഡറി 230 വോൾട്ടും കൊടുത്തു കഴിയുമ്പോൾ നമ്മളതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറായിട്ടും ഉപയോഗിക്കാം. ഇതുകൂടാതെ ഐസൊലേഷൻ ട്രാൻസ്ഫോർമറുണ്ട്. രണ്ടും ഒരേ റേറ്റിങ്ങിലുള്ളത് നിങ്ങൾ തിയറി പാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. അതേക്കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ കോൺഫിഗറേഷനിലുള്ള വർക്കുകളാണ് നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻ ലാബിൽ ചെയ്യുന്നത്. ഇൻഡക്ഷൻ മോട്ടോറിലെ പോലെ തന്നെ ഏകദേശം 6ഓളം വർക്കുകൾ നമ്മൾ ട്രാൻസ്ഫോർമറിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വർക്ക് ട്രാൻസ്ഫോർമറിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുക. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ട്രാൻസ്ഫോർമറിന് ഒരു പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. ആ വൈൻഡിങ്ങിൽ പ്രൈമറി വൈൻഡിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഏതാണ് ഫിനിഷിങ്ങിൻ്റെ ഏതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ സെക്കൻഡറി പോർഷനിലും സ്റ്റാർട്ടിങ്ങിൻ്റെ ഏതാണ് ഫിനിഷിങ്ങിൻ്റെ ഏതാണെന്ന് നമ്മൾ അറിയണം. അതിൻ്റെ ആവശ്യം ആ ട്രാൻസ്ഫോർമർ മറ്റ് ഇതേ ട്രാൻസ്ഫോർമറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു 2 ഫേസ് ട്രാൻസ്ഫോർമറോ അല്ലെങ്കിൽ 3 ഫേസ് ട്രാൻസ്ഫോർമറോ ഫോം ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അതായത് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് ഒരു 3 ഫേസ് ട്രാൻസ്ഫോർമർ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടേൺസ് റേഷ്യോ അറിയണം. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 230/115 വോൾട്ട് ട്രാൻസ്ഫോർമർ. അതുപോലെയുള്ള 3 ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെയുള്ള ട്രാൻസ്ഫോർമർ ബാങ്ക് നമുക്ക് അല്ലെങ്കിൽ 3 ഫേസ് ട്രാൻസ്ഫോർമർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരിക്കണം, അതിൻ്റെ കപ്പാസിറ്റി സെയിം ആയിരിക്കണം. പൊളാരിറ്റി മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ടിംഗ് ടെർമിനലോ അല്ലെങ്കിൽ ഫിനിഷിംഗ് ടെർമിനലോ ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തങ്ങളായ കണക്ഷനുകൾ ഫോം ചെയ്യുന്നു. നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചിരിക്കുന്ന പോലെ പ്രൈമറി സ്റ്റാർ സെക്കൻഡറി സ്റ്റാർ എന്നുള്ള നിലയിലുള്ള ഫോർമേഷൻ ആവാം, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാർ സെക്കൻഡറി ഡെൽറ്റ ഫോർമേഷൻ ആവാം, അല്ലെങ്കിൽ പ്രൈമറി ഡെൽറ്റ സെക്കൻഡറി ഡെൽറ്റ ആവാം, പ്രൈമറി ഡെൽറ്റ സെക്കൻഡറി സ്റ്റാർ. ഈ രീതിയിലുള്ള 4 3 ഫേസ് കണക്ഷൻ സിസ്റ്റം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അതെല്ലാം ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോർമറിൻ്റെ പൊളാരിറ്റി ടെസ്റ്റും ടേൺസ് റേഷ്യോ ടെസ്റ്റും നമ്മൾ മനസ്സിലാക്കണം. ലാബിൽ ട്രാൻസ്ഫോർമറിൽ ചെയ്യുന്ന മറ്റൊരു വർക്കാണ് ഡയറക്റ്റ് ലോഡ് ടെസ്റ്റ് ഓൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിൻ്റെ എഫിഷ്യൻസിയും റെഗുലേഷനും കണ്ടുപിടിക്കാനാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന വോൾട്ടേജ് റെഗുലേഷനാണ്. ലോഡ് വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുന്നു. ഈ വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് നോർമലി 230 വോൾട്ട് പ്രൈമറി സൈഡിൽ കൊടുത്തു, 115 വോൾട്ട് സൈഡിൽ ലോഡ് കണക്ട് ചെയ്ത് ഡിഫറൻറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഔട്ട്പുട്ട് പവർ എത്രയാണ് എന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ടാവും. ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും നമുക്ക് മനസ്സിലാക്കാം. ആ ട്രാൻസ്ഫോർമറിൻ്റെ ഡിഫറൻറ്റ് ലോഡിലുള്ള എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഡിഫറൻറ്റ് ലോഡ് കണ്ടീഷനിൽ ഔട്ട്പുട്ടിലുള്ള ടെർമിനൽ വോൾട്ടേജിലുണ്ടാകുന്ന ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന അതിലുള്ള വ്യത്യാസം ആ ട്രാൻസ്ഫോർമർ വൈൻഡിങ്ങിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാക്കി നമ്മൾ മനസ്സിലാക്കുന്നു. അത് എത്രമാത്രമാണെന്നുള്ളത് വ്യത്യസ്തമായ ലോഡ് കണ്ടീഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതേ ട്രാൻസ്ഫോർമർ ചെയ്യുന്ന മറ്റൊരു വർക്കാണ്
ഈ എഫിഷ്യൻസി റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വർക്കുണ്ട്. ആദ്യം ചെയ്ത വർക്ക് കണ്ടിന്യൂസ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ മറ്റൊരു വർക്ക് SSC ആൻഡ് OC ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ പ്രീ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നു. ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ട് ആ ട്രാൻസ്ഫോർമർ എത്രമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നു, അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്ര, കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കുന്നു. അത് ഒരു സെറ്റ് റീഡിങ്ങും. മറ്റൊന്ന് അതിൻ്റെ സെക്കൻഡറി ഫുൾ ലോഡ് കറണ്ട് വരത്തക്ക വണ്ണം ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് അത് എത്രമാത്രം പവർ എടുക്കുന്നു, അപ്പോഴത്തെ വോൾട്ടേജ് എത്ര, കറണ്ട് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ 2 സെറ്റ് റീഡിങ്ങും കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ഡിഫറൻറ്റ് എഫിഷ്യൻസി റെഗുലേഷൻ എല്ലാം കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ SCOC ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇക്വലൻ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ട്രാൻസ്ഫോർമർ കണ്ടുപിടിക്കാം. അത് നമുക്ക് വളരെ പ്രാധാന്യത്തോടെ തിയറിയിലും പ്രാക്ടിക്കലിലും മനസ്സിലാക്കേണ്ട ഒരു വർക്കാണ്. ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിലെ റെസിസ്റ്റൻസ് എത്ര, ഇൻഡക്റ്റൻസ് എത്ര, അതുപോലെ തന്നെ സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് എത്ര, ഇൻഡക്റ്റൻസ് എത്ര, അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പിഡൻസ് എത്ര, കറണ്ട് എത്ര, അങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇതേ വർക്ക് തന്നെ ഉപയോഗിച്ച് കണ്ടക്ട് ചെയ്യാം. മറ്റൊരു എക്യുപ്മെൻ്റാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഓട്ടോ ട്രാൻസ്ഫോർമർ. ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ ആവശ്യകത നമുക്കറിയാം. ഒരു വേരിയിങ് വോൾട്ടേജ് നമുക്ക് ആവശ്യമാണെങ്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നു. അതിനൊരു റോട്ടറി ആമുണ്ട്. അപ്പോൾ 0 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയുള്ള സിംഗിൾ ഫേസ് സപ്ലൈ നമുക്ക് ചിത്രത്തിൽ കാണുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് വേരി ചെയ്യാം. അതിൻ്റെ നെയിം പ്ലേറ്റ് ഡാറ്റ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് 5 ആംപിയർ മുതൽ 20 ആംപിയർ വരെയുള്ള റേറ്റിംഗിൽ നമ്മുടെ ലാബിൽ ലഭ്യമാണ്. അതിന് ഇൻപുട്ട് ടെർമിനലായിട്ട് 2 ടെർമിനൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് മറ്റ് 2 ടെർമിനൽ കാണിച്ചിട്ടുണ്ട്. നെയിം പ്ലേറ്റ് ഡാറ്റ ഇതെല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത് പല സർക്യൂട്ടുകളിലും നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് സപ്ലൈ മെഷീനറിക്ക് ലഭ്യമാക്കേണ്ടി വരും. നമ്മളുടെ ഇൻകമിങ് സപ്ലൈ കുറവാണെങ്കിലും നമുക്ക് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഒരു മെഷീന് ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ള ഒരു എക്യുപ്മെൻ്റാണ് 3 ഫേസ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോർമർ. ആ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോർമറും പല എക്സ്പെരിമെൻറ്റിൻ്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. അതിനും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മൂവബിൾ ആം മുകളിലായിട്ടുണ്ട്. അത് വേരി ചെയ്താൽ നമുക്ക് 0 മുതൽ 415 വോൾട്ട് വരെയുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാക്കും. എൻ്റെ നെയിം പ്ലേറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഇതും പല റേറ്റിങ്ങിലുണ്ട്. 5 ആംപിയർ, 10 ആംപിയർ, 20 ആംപിയർ, 30 ആംപിയർ വരെയുള്ള റേറ്റിംഗ് നമുക്ക് ലഭ്യമാണ്. 3 ഫേസ് സർക്യൂട്ടുകളിൽ ഡിഫറൻറ്റ് വോൾട്ടേജസ് അപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിന് 3 RYB ഇൻപുട്ട് ടെർമിനലും RYB ഔട്ട്പുട്ട് ടെർമിനലും ഉണ്ട്. കൂടാതെ ഒരു ന്യൂട്രൽ ടെർമിനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെയിം പ്ലേറ്റ് ഡേറ്റയിൽ എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് മെഷീൻ ലാബിൽ ഉപയോഗിക്കുന്ന ലോഡിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇൻഡക്ഷൻ മോട്ടോറിലാണെങ്കിൽ നമ്മൾ സാധാരണ ബ്രേക്ക് ഡ്രം സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഡിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ആൾട്ടർനേറ്ററിനോ അല്ലെങ്കിൽ ജനറേറ്ററിനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമറിനോ നമ്മൾ ലോഡിങ്ങിനായിട്ട് കൊടുക്കുന്നത് ഒരു ലാമ്പ് ലോഡോ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ലോഡോ ആണ്. ചിത്രത്തിൽ കാണുന്ന ഒരു ലാമ്പ് ലോഡിൻ്റെ കണക്ഷനാണ്. ആ ലാമ്പ് ലോഡിൽ 3 ഫേസ് സർക്യൂട്ടോ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് സർക്യൂട്ടോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ താഴെ ഒരു ടെർമിനൽസ് ഉണ്ടാവും അത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ അതിന് ഡിഫറെൻറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ടർ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. ഓരോ സ്വിച്ചുകൾ ഓൺ ആക്കുന്നതിനനുസരിച്ച് ആ സർക്യൂട്ടിൽ വരുന്ന ടോട്ടൽ ലോഡ് ആഡ് ചെയ്ത് വരും. അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ആ സർക്യൂട്ട് കൈകാര്യം ചെയ്യുന്ന ഡിഫറെൻറ്റ് റേറ്റിങ്സ്, പവർ, വോൾട്ടേജ്, കറണ്ട് മുതലായ നമുക്ക് മെഷർ ചെയ്യാം. ലാമ്പ് ലോഡ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിയോസ്റ്റാറ്റ് ലോഡ്. റിയോസ്റ്റാറ്റിലും ഒരു ഇൻപുട്ട് കണക്ഷൻ ടെർമിനൽസ് ഉണ്ട്. നമ്മൾ ആ ഡിവൈസ് അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വിച്ച് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഇത് ടോട്ടൽ സർക്യൂട്ടിലെ കറണ്ട് വേരി ചെയ്യുന്നതിനും അതുപോലെ തന്നെ പവർ വേരി ചെയ്യുന്നതിനും എല്ലാം കാരണമാകും. ഇത് നമുക്ക്
റീഡിംഗ് ഒബ്സർവ് ചെയ്ത് ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് സാധാരണ നമുക്കുള്ളത് സിംഗിൾ ഫേസ് റിയോസ്റ്റാറ്റ് ലോഡാണ്. നമ്മുടെ മെഷീൻ ലാബിലേക്ക് KSEB സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ പാനലാണ് ചിത്രത്തിൽ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ സബ് പാനലിലേക്ക് കണക്ഷൻ കൊണ്ടുവരുന്നു. തൊട്ടടുത്ത് തന്നെ സബ് പാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ധാരാളം കൺട്രോൾസ് കാണാം. ആ കൺട്രോൾസ് ഓപ്പറേറ്റ് ചെയ്തതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോ പ്ലിന്തിലേക്കും സപ്ലൈ എത്തുന്നത്. സബ് പാനലിൽ നിന്ന് വരുന്ന AC സപ്ലൈ നമ്മളൊരു ഓരോ പ്ലിന്തിലുമുള്ള കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. ആ കൺട്രോളിനായിട്ട് നമ്മളൊരു ഐസൊലേറ്റർ 3 ഫേസ് ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. ആ 3 ഫേസ് ഐസൊലേറ്റർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ 3 ഫേസ് സപ്ലൈ തൊട്ടടുത്തുള്ള R/B ന്യൂട്രൽ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ടെർമിനൽസിൽ വരും. ആ സപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ബ്രൈറ്റ് ആവും. അപ്പോൾ നമുക്ക് 3 ഫേസ് സപ്ലൈ അവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ DC സപ്ലൈയുടെ ആവശ്യത്തിനായിട്ട് അതുപോലെ തന്നെ നമുക്കൊരു 2 റെക്ടിഫയർ സിസ്റ്റം നമ്മുടെ ലാബിലുണ്ട്. സബ് പാനലിൽ നിന്ന് വരുന്ന AC റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. ആ റെക്ടിഫയറിൽ നമുക്ക് 0 വോൾട്ട് മുതൽ 220 വോൾട്ട് വരെ വേരി ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് DC സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ DC സർക്യൂട്ടുകളിൽ അല്ലെങ്കിൽ DC മെഷീൻസ് റൺ ചെയ്യുന്നതിനോ ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ മറ്റ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. റെക്ടിഫയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ലാബിൽ DC സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന റെക്ടിഫയർ ആണ്. ആ റെക്ടിഫയറിൽ നിന്ന് വരുന്ന 220 വോൾട്ട് സപ്ലൈ നമ്മൾ കൺട്രോൾ പാനലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേറ്ററാണ് ചിത്രത്തിൽ കാണുന്നത്. ആ ഐസൊലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പാനലിൽ തന്നെയുള്ള 2 ടെർമിനൽസ് DC സപ്ലൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സപ്ലൈ നമുക്ക് അവിടെ അവൈലബിൾ ആകും. ആ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമ്മൾ DC സർക്യൂട്ടുകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ലാബുകളിൽ ഉപയോഗിക്കുന്നു. ഇവ കൂടാതെ DC മോട്ടോർ ജനറേറ്റർ സെറ്റുകൾ, 3 ഫേസ് ഓൾട്ടർനേറ്ററുകൾ, അവയുടെ സിങ്കർണൈസേഷൻ പാനലുകൾ, 3 ഫേസ് സിങ്കർണസ് മോട്ടോറുകൾ, വിവിധതരം സിംഗിൾ ഫേസ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ, അവയുടെ സ്റ്റാർട്ടറുകളും സ്പീഡ് കൺട്രോൾ യൂണിറ്റുകളും നമ്മുടെ മെഷീൻസ് ലാബിലുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ സംസാരിച്ച് മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ മെഷീൻ ലാബിനെ സംബന്ധിച്ച ഒരു ഏകദേശ ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി തുടർന്നുള്ള ഓരോ എക്സ്പെരിമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റായി ഓരോരോ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ലാബിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.